മധ്യപൂർവേഷ്യയുടെ രാഷ്ട്രീയ വേദി എപ്പോഴും ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഗ്ലാസ് പാളി പോലെയാണ്. ചെറു ചലനങ്ങൾ പോലും വലിയ യുദ്ധങ്ങൾക്ക് വഴി തുറക്കുന്നതില്ല. അത്തരമൊരു സംഘർഷ പരിസരത്തിൽ ഇറാനെതിരായ ആക്രമണത്തിന് 48 മണിക്കൂർ മുൻപ് നടന്നുവെന്ന് പറയപ്പെടുന്ന ഒരു ഫോൺ വിളി ഇപ്പോൾ പുതിയ സംശയങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ആ സംഭാഷണം വെറും നയതന്ത്ര ചർച്ചയായിരുന്നോ, അതോ കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിരുന്നോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനെതിരായ ആക്രമണം തുടങ്ങുന്നതിന് 48 മണിക്കൂർ മുൻപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിൽ സംസാരിച്ചതായാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഒരു യുദ്ധം ആരംഭിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് നെതന്യാഹു ട്രംപിനെ ബോധ്യപ്പെടുത്തിയതായാണ് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖമേനിയും അദ്ദേഹത്തിന്റെ പ്രധാന സഹായികളും ഉടൻ ടെഹ്റാനിലെ വസതിയിൽ യോഗം ചേരുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകളിലൂടെ ട്രംപിനും നെതന്യാഹുവിനും നേരത്തെ അറിയാമായിരുന്നു. ഇരുവരുടെയും ഫോൺ സംഭാഷണത്തെക്കുറിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നില്ല. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാനും 2024 ട്രംപ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ വധിക്കാൻ ഇറാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യാനും ഇതിലും നല്ലൊരു അവസരം ലഭിക്കില്ല എന്നാണ് നെതന്യാഹു ഫോണിലൂടെ പറഞ്ഞത് എന്നതാണ് വിലയിരുത്തൽ. ഫോൺ കോൾ നടക്കുമ്പോഴേക്കും ഇറാനെതിരെ സൈനിക നടപടിക്ക് ട്രംപ് തത്വത്തിൽ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ എപ്പോൾ, ഏത് സാഹചര്യത്തിൽ വേണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിരുന്നില്ല. മേഖലയിൽ US സൈന്യം ആഴ്ചകളായി തമ്പടിച്ചിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നിശ്ചയിച്ചിരുന്ന ആക്രമണം മോശം കാലാവസ്ഥ കാരണം മാറ്റിവെക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. നെതന്യാഹുവിന്റെ വാദങ്ങൾ ട്രംപിനെ എത്രത്തോളം സ്വാധീനിച്ചു എന്ന് വ്യക്തമല്ല എങ്കിലും ഇറാന്റെ പരമോന്നത നേതാവിനെ വധിക്കാനുള്ള അവസാന അവസരമാണിതെന്ന ഇന്റലിജൻസ് വിവരവും നെതന്യാഹുവിന്റെ സമ്മർദ്ദവുമാണ് ഫെബ്രുവരി 27 ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന സൈനിക നടപടിക്ക് ഉത്തരവിടാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് എന്നതാണ് വിലയിരുത്തലുകൾ. ഫെബ്രുവരി 28 ശനിയാഴ്ച രാവിലെയാണ് ആദ്യ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചത്. അന്ന് വൈകിട്ട് ഖമേനി കൊല്ലപ്പെട്ടതായി ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിന്റെ അനിവാര്യതയെക്കുറിച്ച് ട്രംപിനെ ബോധ്യപ്പെടുത്താൻ നെതന്യാഹു ശ്രമിച്ചു. എന്നാൽ ഈ ബോധ്യപ്പെടുത്തൽ യഥാർത്ഥത്തിൽ ഒരു തന്ത്രപരമായ ചതിയായിരുന്നോ എന്ന സംശയം ശക്തമാവുകയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ സഖ്യങ്ങൾ പലപ്പോഴും പരസ്പര ലാഭത്തിന് വേണ്ടിയാണ് രൂപപ്പെടുന്നത്. പക്ഷെ ആ ബന്ധങ്ങൾ ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങളെ മറികടന്ന് മറ്റൊരാളുടെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാൻ ഉപയോഗിക്കപ്പെടുമ്പോൾ അത് ചതിയെന്നോ മാനിപ്പുലേഷൻ എന്നോ വിശേഷിപ്പിക്കപ്പെടാം. നെതന്യാഹു ഏറെക്കാലമായി ഇറാനെ ഒരു വലിയ ഭീഷണിയായി ചിത്രീകരിച്ചു വരികയാണ്. അതേസമയം ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയുടെ വിദേശ നയത്തിലുണ്ടായിരുന്ന മാറ്റങ്ങളും കടുത്ത നിലപാടുകളും ഈ സാഹചര്യത്തിൽ നിർണായകമാണ്. ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് അമേരിക്കയെ തള്ളിവിടാൻ ഒരു ഫോൺ വിളി മാത്രം മതിയാകുമോ എന്നത് സംശയകരമാണെങ്കിലും രാഷ്ട്രീയ പ്രേരണകളും വ്യക്തിപരമായ ബന്ധങ്ങളും ചേർന്നാൽ അതിന് വലിയ സ്വാധീനം ചെലുത്താനാകുമെന്നത് ചരിത്രം പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട്. ഈ സംഭവത്തെ ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇത് വെറും നയതന്ത്ര നീക്കമല്ല, മറിച്ച് കൃത്യമായി കണക്ക് കൂട്ടിയ ഒരു രാഷ്ട്രീയ കളിയാണ്. ട്രംപിന്റെ വിശ്വാസം നേടുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത് അമേരിക്കയെ ഇറാനെതിരായ സൈനിക നടപടിയിലേക്ക് നയിക്കാൻ നെതന്യാഹു ശ്രമിച്ചു എന്ന ആശയം അത്ര അസംബന്ധമല്ല. ആ സാഹചര്യത്തിൽ യുദ്ധം ഒരു അനിവാര്യതയല്ല, മറിച്ച് ആരോ ഒരാളുടെ തന്ത്രപരമായ വിജയമാണ്. ഈ ഫോൺ വിളി ഒരു സാധാരണ സംഭാഷണമോ അല്ലെങ്കിൽ ലോക രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു തന്ത്രപരമായ നീക്കമോ എന്നത് വ്യക്തമായിട്ടില്ല. എന്നാൽ ആ ഒരൊറ്റ ഫോൺ കോൾ ഇല്ലാതാക്കിയ ജീവനുകളെ എണ്ണിത്തീർക്കാൻ കഴിയുന്നതല്ല എന്ന കാര്യം ഉറപ്പാണ്.